ടേബിളിൻ്റെ ചില ഭാഗങ്ങളെയും നമുക്ക് ഇത്തരം ഹൈഡിംഗ് സംവിധാനത്തിലൂടെ താൽക്കാലികമായി മാറ്റി നിർത്തുകയും പിന്നീട് തിരിച്ചു കൊണ്ടുവരികയുമാവാം. ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ രണ്ട് ലൈന് താൽക്കാലികമായിട്ട് മായ്ക്കണം. അതിനായിട്ട് അവ സെലക്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ ഷിഫ്റ്റ് കൺട്രോൾ എച്ച് പ്രസ് ചെയ്തുകൊണ്ട് അവ മായ്ക്കാം. ഇവിടെ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, സംഗതി മുഴുവനായിട്ട് അവിടെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. അതിനുശേഷം ഹിഡൻ എന്ന് മാറ്റി അൺഹൈഡ് കൊടുക്കുക. ഇത്തരം ടേബിളുകളിൽ ഹൈഡ് ചെയ്ത ഭാഗം അൺഹൈഡ് ചെയ്യുന്നതിന് ഷോ ചെയ്യുന്നതിന് ചിലപ്പോൾ നമ്മൾ കൺട്രോൾ ട്രീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ ലഭിച്ചെന്ന് വരില്ല. അത്തരം സന്ദർഭങ്ങളിൽ മൊത്തം ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഏരിയയെങ്കിലും സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് അൺഹൈഡ് കൊടുക്കുക. അതിനുശേഷം എല്ലാം അൺചെക്ക് ചെയ്യുക. ദെൻ നമുക്ക് മുഴുവൻ ഭാഗവും ടേബിളിൻ്റെ മുഴുവൻ ഭാഗവും പഴയതുപോലെ ലഭിക്കുന്നതാണ്. ചില ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ, ഉദാഹരണമായിട്ട് അവ പ്രിൻ്റ് എടുക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ ചില ഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് പ്രിൻ്റ് എടുക്കേണ്ടതായിട്ട് വരാം. എന്നാൽ ഇത്തരം ഭാഗങ്ങളിൽ സാധാരണഗതിയിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഏതെങ്കിലും കാരണവശാൽ ആ ഡോക്യുമെൻ്റ് സേവ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത അത്രയും ഭാഗം പിന്നീട് നിർമ്മിച്ചെടുക്കാനായിട്ട് വളരെ പ്രയാസകരമായിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമില്ലാത്ത ടെക്സ്റ്റ് ഭാഗത്തെ നമുക്ക് താൽക്കാലികമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ്, ഹൈഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഈ പാരഗ്രാഫാണ് ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഷിഫ്റ്റും കൺട്രോളും പിടിച്ചുകൊണ്ട് ഹൈഡ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള എച്ച് പ്രസ് ചെയ്യുക. സോ ദാറ്റ് ആ പാരഗ്രാഫ് ഹൈഡ് ചെയ്ത് പോയി. ആക്ച്വലി ഇത് ഡോക്യുമെൻറ്റിൽ തന്നെ ഉണ്ട്, എന്നാൽ താൽക്കാലികമായി നമ്മളതിനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഇനി തിരിച്ചു കൊണ്ടുവരിക? തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുക, ആ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ ഡയലോഗ് ബോക്സ് വരുന്നതാണ്. അതിൽ ഫോണ്ട് ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹിഡൻ എന്നുള്ള ഭാഗത്ത് എല്ലാം അൺചെക്ക് ചെയ്യുക. ഇവിടെ സെലക്ഷൻ ഇല്ലാത്ത കാരണമാണ് ഇവിടെ കാണാത്തത്. ഞാനിവിടെ സെലക്ട് ചെയ്തു, ഇവിടെയാണ് കിടക്കുന്നത്. അതിനുശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിഡൻ എന്ന ഭാഗത്ത് അൺചെക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കത് തിരിച്ച് ലഭിക്കുന്നതാണ്. മറ്റൊരു രീതിയിൽ കൂടി ഇതിനെ കാണാനായിട്ട് സാധിക്കും. അതിനായിട്ട് താൽക്കാലികമായിട്ട് ഞാൻ വീണ്ടും ഹൈഡ് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. അപ്പോൾ ഫോണ്ടിൻ്റെ ഡയലോഗ് ബോക്സ് വരും. ഇതിലേക്ക് ഹിഡൻ എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. മറ്റൊരു രീതിയിൽ കൂടി ഇത് കാണാനായിട്ട് ഇവിടെ ഈ കാണുന്ന പാരഗ്രാഫ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഭാഗമാണ് ഹൈഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇങ്ങനെ കാണുന്നത് ഒരു ഡോട്ടഡ് ലൈനിലൂടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ട് മറയുകയും ചെയ്യും. ആവശ്യമായ ഒരു ഡോക്യുമെൻറ്റുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കമാൻഡുകളും മറ്റു കാര്യങ്ങളും ഇത്തരം ഹൈഡിങ്ങിലൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഈ പാരഗ്രാഫുമായി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നമുക്കിവിടെ ടൈപ്പ് ചെയ്യുകയോ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ചെറിയ ഐഡിയ ടൈപ്പ് ചെയ്യുന്നു, ഇത്രയും ഐഡിയ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിനുശേഷം ഒരു കളർ കൊടുക്കുന്നു, അതറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ എച്ച് പ്രസ് ചെയ്തു. ആ ഒരു ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ആവശ്യമാണെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഐഡിയ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. ഒരു കമാൻഡ് ഇൻസെർട്ട് ചെയ്ത് വയ്ക്കാനും അതിനെ തുറന്ന് കാണാനായിട്ട് നമുക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. വളരെ ഉപകാരമുള്ള ഒരു സംവിധാനമാണിത്.